തട്ടിമാറ്റി പോയല്ലേട്ടാ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം, ഉപകാരപ്പെടും. നിങ്ങളും നാളെ ഇങ്ങനെ ചെയ്യേണ്ട ആൾക്കാരല്ലേ. ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടാളി നിങ്ങൾക്കറിയല്ലേ, ഈ ഫാമിലിനെ. ഇന്ന് ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ആണ് ഇവരത്. കേരളത്തിൽ നിന്ന് അങ്ങ് തമിഴ്നാട്ടിലേക്ക് മുഖ്യമന്ത്രിനെ കാണാൻ പോയത് ആരെ? വിജയിനെ. അതും എങ്ങനെ പോയി? ഇവര് നടന്നു കൊണ്ടുപോയി. വല്ലാത്തൊരു സംഭവനല്ലേ. ആരാധന മൂത്താല് ഇങ്ങനെയുണ്ടാ? മുമ്പ് പറയലുണ്ട്, തമിഴ്നാട്ടുകാർ സിനിമന്റെ ആൾക്കാരെ ഭയങ്കര ആരാധിക്കുന്ന വ്യക്തികളെന്ന്. അപ്പൊ ഇതെന്താണ്? മുസ്ലിങ്ങളാണെന്ന് തോന്നുന്നു. എന്ത് റാഫി ഷാൻ അങ്ങനെ എന്തോ പേരെന്നായിരുന്നു. എന്തിരുന്നാലും ഇരിക്കട്ടെ, ഓരോരോ അവസ്ഥ കാണുമ്പോ ഇല്ലേ. പക്ഷേ നാട്ടിൽ ജോലി ചെയ്തിട്ട് ക്യാഷ് കിട്ടുന്നതിനെക്കാട്ടിയും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് വരുമാനം കിട്ടുമല്ലേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്ത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇപ്പോൾ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ 1000-1200 കിട്ടും. പക്ഷെ ഇത് നടന്നു പോയിട്ടാകുമ്പോൾ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനെക്കാട്ടും വരുമാനം കൂടുതൽ കിട്ടുന്നതല്ലേ. എന്നിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ കേട്ടോളൂ. சிஎம் ஜோசப் விஜய் சார், உங்களை பார்க்கறதுக்கு 650 கிலோமீட்டர் கேரளா டு சென்னை வந்துட்டு இருக்கு. இப்போ நாங்கள் வாளையார் கழிஞ்சு கோயம்புத்தூர் ரூட்டில் போயிட்டு இருக்கு. உங்களை பார்க்கணும், அதான் எங்களுடைய ஆசை. சுட்டு போடுற இந்த வெயில தான் நடந்து வந்துட்டு இருக்கு. இப்போ டைமு 11 மணி ஆச்சு. நல்ல சூடா இருக்கு. நாங்க நடந்து வந்துட்டு இருக்கு. கண்டிப்பா உங்களை பார்க்கணும். சுட்டு பொள்ளுന്ന വെയിലായിരിക്ക്. കണ്ടിപ്പാ അങ്ങളെ പാത്തിരിക്കണം. എന്തിനാ എൻ്റെ ബ്രദർ ഇങ്ങനെല്ലാം ചെയ്യുന്നത്? പിന്നെ എന്തിനു ഈ സുട്ട് പൊള്ളുന്ന വെയിലത്ത് നിങ്ങൾ പോകുന്നതിന്? പിന്നെ അപ്പൊ എന്താണ് ഇതിന്റെ ആരാധന മൂത്തതായിരിക്കും അല്ലേ? വല്ലാത്തൊരു സംഭവം കേട്ടാ. ഇങ്ങനെയുണ്ടാ ജനങ്ങള്? ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെയുണ്ടാ നമ്മുടെ കൗമൂന്ന് ചോദിക്കും. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെയും ഉണ്ടാവും അല്ലേ?